അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. അൽഹംദുലില്ലാഹ് الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിൽ നടന്നു വരുന്ന മദീന അറബിക് പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. മദീന അറബിക് പാഠപുസ്തകം 2 12 പാഠം നമ്മൾ കഴിഞ്ഞു, ശരിയല്ലേ? അതെ. 12 പാഠം കഴിഞ്ഞു. ഇതിലൊക്കെ ഉംറയ്ക്ക് പോയവരൊക്കെ വന്നോ? ഉമ്മറക്ക് ഇന്ന് പോകുന്നല്ലേ പറഞ്ഞേ? ഇന്ന് പോവുകയാണല്ലേ? ഇന്ന് പോവുകയാണെന്നാ പറഞ്ഞേ. പിന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പിസം നമുക്ക് ബുദ്ധിമുട്ടാണ്. അല്ല, ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടീന്ന് പറയാം. അസൈൻമെന്റ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടീന്നു. അസൈൻമെന്റ് ഗ്രൂപ്പിലായിട്ട്. ആ ശരി. അപ്പൊ നമുക്ക് കഴിഞ്ഞ പാഠം 12ന്റെ തുടർച്ചയായിട്ടാണ് പാഠം 13 വരുന്നത്. നമ്മുടെ പേജ് നമ്പർ എത്രയായിരുന്നു? പേജ് നമ്പർ ഓർമ്മയുണ്ടോ? പേജ് നമ്പർ ഇനി 13 അല്ലേ? 13ാമത്തെ പാഠം 91. പേജ് 91, ദർസ് സാലിസ് അശർ. അപ്പൊ ഇവിടെ ചില സംഗതികളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട് പാഠപുസ്തകത്തില്. ഖായിബ്, മുദക്കർ, മുഫ്രദ്, ജംഅ്, മുഖാത്തബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം പിടികിട്ടിയോ? പിടികിട്ടിയിട്ടില്ലെങ്കിൽ പിടികിട്ടണ്ട. കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ തരാം. ഇത് കിട്ടിയോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? കബലത്തൻ എന്നൊക്കെ പറഞ്ഞില്ലേ? ഒരു പിടുത്തം പിടിച്ചു വന്നു. അതേപോലെ ഹുദൂ ബിഅഹ്സനി മിൻഹാ എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും നല്ലതിനെ പിടിച്ചോളണം. ഏകവചനത്തിനും ബഹുവചനത്തിനും മുഫ്രദിനും ജംഅനും മുദക്കറും മുഅന്നസും വരുമ്പോഴുള്ള മാറ്റങ്ങൾ. അതെ, മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏകവചനല്ലേ? മുഫ്രദ് ഏകവചനം. കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്ന ആരെങ്കിലും ഉണ്ടോ? ശശി സാഹിബാണല്ലേ? വിവോ 12305. മുഫ്രദ് ഏകവചനം, ജംഅ് ബഹുവചനം, മുദക്കർ പുല്ലിംഗം, മെയിൽ, മുഅന്നസ് സ്ത്രീലിംഗം, ഫീമെയിൽ. പിന്നെ ഉള്ളത് ഗായിബ്, മറഞ്ഞ തേർഡ് പേഴ്സൺ. കേട്ടാ, ഗായിബ് എന്ന് പറയുമ്പോൾ എപ്പോഴും മറിഞ്ഞാൾ തന്നെ ആയിക്കണമെന്നില്ല. ഗായിബ് എന്ന് പറഞ്ഞാൽ ഗ്രാമറിൽ തേർഡ് പേഴ്സൺ. അതായത് നമ്മൾ കുറച്ച് ആൾക്കാർ തമ്മിൽ സംസാരിച്ചിരിക്കുകയാണ്. ഒന്ന് സംസാരിക്കുന്നയാള് താഴെ കൊടുത്തിട്ടുണ്ട്, മുത്തക്കല്ലിം. സംസാരിക്കുന്നയാള് മുത്തക്കല്ലിം. അത് നേരെ കേൾക്കുന്നയാള് മുഖാത്തബ്, കുത്തുവ കേൾക്കുന്നയാള്.
മുഖാത്തബ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുത്ബ കേൾക്കുന്ന ആള്. നടത്തുന്ന ആളല്ല, ഖുത്ബ കേൾക്കുന്ന ആള്. ആരോടാണോ ഡയറക്റ്റ് അഡ്രസ് ചെയ്യുന്നത് അയാളാണ് മുഖാത്തബ്. മുഖാത്തിബ് അല്ല, മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അഭിസംബോധന ചെയ്യപ്പെടുന്നയാൾ, ഖുത്ബ കേൾക്കുന്നയാൾ. ഡയറക്റ്റ് പറയുന്നയാള് പറയുന്നത് നേരിട്ട് കേൾക്കുന്നയാൾ. അപ്പം അയാൾക്കത് ബാധകമാണ്, വാജിബാണ്. പറയുന്നയാള് കേൾക്കുമ്പോഴത്തേക്ക് എന്താണ് ഡയറക്റ്റ് ബാധകം. അപ്പൊ പറയുന്നയാളും നേരിട്ട് കേൾക്കാത്ത ആളും അല്ലാത്ത ആളാണ് എന്ത്? ഗായിബ്. ഏതില്? ഗ്രാമറില്. കേട്ടാ? അപ്പൊ നമ്മളിപ്പോ കുറച്ച് ആൾക്കാർ സംസാരിച്ചിരിക്കുന്നത് ഒരു വിവാഹ പാർട്ടിയാണെന്ന് വിചാരിച്ചു. ഒരു വിവാഹ പാർട്ടിയാണ്. ഞാൻ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ നേരിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഇത്ര ആൾക്കാർ, ഇപ്പൊ ക്ലാസ്സിലുള്ള ഇത്ര ആൾക്കാർ നേരിട്ട് കേൾക്കും. പക്ഷെ ഈ നമ്മൾ പറയുന്നത് കേൾക്കാത്ത വേറെ കുറച്ച് ആൾക്കാർ നമ്മൾ പറയുന്നത് കേൾക്കാത്തതോ അല്ലെങ്കിൽ ബാധകമല്ലാത്തതോ അവർ കേൾക്കുന്നുണ്ടാകാം, പക്ഷെ അവര് ഡയറക്റ്റ് നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല. അപ്പൊ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് നിൽപ്പുണ്ട്, അവരാണ് ഗായിബ്, തേർഡ് പാർട്ടി, തേർഡ് പേഴ്സൺ. ശരിയായ? മനസ്സിലായ? അതായത് ഞാൻ പറഞ്ഞു അൻതും എന്ന് പറഞ്ഞാൽ അവര് ബാധകമല്ല, അവർക്ക്. അൻതും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കാണ് ബാധകം. അല്ലേ? അപ്പം നിങ്ങള് മുഖാത്തബാണ്. മറ്റേയാള് അയാൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാകാം, കേൾക്കാതിരിക്കുന്നുണ്ടാകാം, പക്ഷേ അയാൾ എന്താണ്? അയാൾ ഡയറക്റ്റ് അഡ്രസ് ചെയ്യുന്നില്ല. അതാണ് ഗായിബ്. ഓക്കെയാണോ? മനസ്സിലായോ? പിടുത്തം കിട്ടിയോ? ഇംഗ്ലീഷിൽ തേർഡ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആള്, സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നേരിട്ട് കേൾക്കുന്ന ആള്, നേരിട്ട് കേൾക്കുന്ന ആള്. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആളും നേരിട്ട് കേൾക്കുന്ന ആളും അല്ലാത്ത മൂന്നാം കക്ഷി. അതാണ് ഗായിബ്. ചിലപ്പോൾ അയാൾ മറിഞ്ഞ ആളായിരിക്കാം, ചിലപ്പോൾ മറയാത്ത ആളായിരിക്കാം. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ രണ്ടും കുട്ടികളും കാണുന്നുണ്ട് അവരപ്പുറത്ത് നിൽക്കുന്നത്. എന്നാലും എന്താണ്? അവർ തേർഡ് പേഴ്സണാണ്. മുഖാത്തബ് നിലടത്ത് എന്ത് പറയും? മുഖാത്തബിന് മലയാളത്തിൽ എന്ത് പറയും? കേൾക്കുന്ന ആള്. അഭിസംബോധിതൻ. കേൾക്കുന്നയാളെന്നല്ല, അപ്പുറത്ത് മറ്റേ അഭിസംബോധിതൻ. തേർഡ് പാർട്ടി കേൾക്കുന്നുണ്ടാകും, പക്ഷെ അവരല്ല നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അഡ്രസ് ചെയ്യുന്നത് നിങ്ങളെയാണ്, അല്ലേ? നമ്മൾ അഡ്രസ് ചെയ്യുന്നത് നിങ്ങളെയാണ്. അഭിസംബോധിതൻ. ഇംഗ്ലീഷില് സെക്കൻഡ് പേഴ്സൺ. മുത്തക്കല്ലിമിന് എന്ത് പറയും? അഭിസംബോധകൻ. അല്ല, സംസാരിക്കുന്നയാൾ. സംസാരിക്കുന്ന ആള്. കേട്ടാ? ചിലത് നമ്മൾ ഗ്രാമർ അറിഞ്ഞില്ലെങ്കിൽ, എനിക്ക് ആ ഗ്രാമർ മനസ്സിലായില്ല കേട്ടോ. അഭിസംബോധിതൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ സംസാരിക്കുന്ന ആൾക്ക് അഭിസംബോ ഉപയോഗിച്ചെന്ന് പറയുന്നത് എനിക്കറിയില്ല. അറിയാത്ത നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് കൊടുക്കും. അതുകൊണ്ട് സംസാരിക്കുന്ന ആള്. ഞാൻ അങ്ങനെ ആവുന്ന ഊഹിച്ചു പറഞ്ഞു, അങ്ങനെ ആണെന്ന്. മലയാളം ഗ്രാമർ അറിയാമെങ്കിലേ അറിയാവൂ. മലയാളം ഗ്രാമർ പഠിച്ചിട്ടില്ല. മുത്തക്കല്ലിം സംസാരിക്കുന്ന ആള്. കല്ലമ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മുത്തക്കല്ലിമിന് ഭാഷാർത്ഥം തന്നെയാണ്, കുഴപ്പമില്ല. മുഖാത്തബിനും ഭാഷാർത്ഥം തന്നെയാണ്. പക്ഷെ ഗായിബ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഗായിബ് എന്ന് പറയുമ്പോൾ എപ്പോഴും മറിഞ്ഞ ആൾ തന്നെ ആയിക്കോണമെന്നില്ല. തേർഡ് പേഴ്സൺ ആണ് ഗായിബ്. അപ്പോ ബാക്കിയൊക്കെ നമ്മൾ വായിച്ചു നോക്കിക്കൊണ്ടാവും. ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നു. ഇനി നമ്മൾ തംബീൻ വായിച്ചു കഴിഞ്ഞാൽ മുദക്കർ ആണെങ്കിൽ ഹാമിദുൻ യദ്ഹബു. ഹാമിദുൻ യദ്ഹബ് എന്ന് പറയുമ്പം ഗായിബാണ്. ഹാമിദ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാമിദ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും, ഞാൻ പറയും, നിങ്ങളോട് പറയും ഹാമിദുൻ യദ്ഹബു. അയാൾ മറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഞാനും നിങ്ങളും അല്ലാത്ത ആളിനെ കുറിച്ചാണ് യദ്ഹബു എന്ന് പേര്. അപ്പൊ അത് ഏകവചനമാണ്. ഹാമിദ് ഒരാളായതുകൊണ്ട് യദ്ഹബു. ഹാമിദുൻ അലിഗുൻ ഹിഷാമുൻ പറയുമ്പോൾ യദ്ഹബൂന.
നമ്മൾ പറഞ്ഞായിരുന്നു യദ്ഹബു യദ്ഹബൂന. മുഅന്നസ് ആണെങ്കിൽ ആമിനത്തു തദ്ഹബു. നമ്മൾ പറഞ്ഞില്ലേ ഹുവ യദ്ഹബു പോലെ ഹിയ തദ്ഹബു എന്ന് പറഞ്ഞു. ആമിനത്തു തദ്ഹബു, ഇടത്തോട്ട്. ആമിനത്തു തദ്ഹബു. ആമിനത്തു മറിയമു സൈനബു യദ്ഹബുന. അപ്പൊ ആ നൂനിന്റെ പേരെന്താണ്? അവസാനത്തെ നൂനിന്റെ നൂന് പെണ്ണുങ്ങളെ നൂന്. നൂന് നിസ്വത്ത് പെണ്ണുങ്ങളുടെ നൂന്. അതെന്തിനാ ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ബഹുവചനത്തിന്റെ നൂൻ എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കണം. സ്ത്രീലിംഗ ബഹുവചനത്തിന്റെ നൂനിന് മുമ്പ് സുക്കൂനായി. അപ്പോ ആ പെണ്ണുങ്ങൾ യദ്ഹബിന കേട്ടോ. അപ്പൊ യാ വന്നാല് മറിഞ്ഞതാണ്. മറിഞ്ഞ മീൻസ് ഗൈബാണ്, തേർഡ് പേഴ്സൺ. ആമിനത്തു മറിയമു സൈനബു യദ്ഹബിന. പിന്നെ മുദക്കർ മുഖാത്തബാണെങ്കിൽ നിങ്ങളോട് ഡയറക്റ്റ് പറയുമ്പോൾ ഒരാളാണെങ്കിൽ അൻത തദ്ഹബു, യാ റഷീദു അൻത തദ്ഹബു. റഷീദ് ഒരാൾ ഒരു റഷീദിനോട് പറഞ്ഞാല് അൻത തദ്ഹബു. യാ അബ്ദുർ റഷീദി അൻത തദ്ഹബു. അതേപോലെ അബ്ദുർ റഷീദും ഫരീദും പിന്നെ ഇഹ്സാനും ഉണ്ടെങ്കിലോ അൻതും തദ്ഹബൂന എന്ന് പറയാം. അൻതും തദ്ഹബൂൻ. മുഅന്നസ് ഖലീല ബീവിയോട് പറയുമ്പോ എന്ത് പറയും? അൻതി തദ്ഹബീന. തദ്ഹബീന. അൻതി തദ്ഹബീന യാ ഖലീല. അതേപോലെ അൻതുന്ന ഖലീല ശാനില യാ വാഹിദ അൻതുന്ന തദ്ഹബിന. ഇവരോട് നേരിട്ട് പറയുമ്പോൾ പെണ്ണുങ്ങളെ അൻതുന്ന തദ്ഹബിന. ഈ മുത്തകല്ലിമിനാണെങ്കിൽ ജെൻഡർ വ്യത്യാസമുണ്ട്. സംസാരിക്കുന്ന ആൾക്ക് ജെൻഡർ വ്യത്യാസമില്ല, നമ്പർ മാത്രമേ വ്യത്യാസം. മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും അന അദ്ഹബു. മുദക്കറാണെങ്കിലും മുഅന്നസ് ആണെങ്കിലും അന അദ്ഹബു, ഞാൻ ഒരാൾ. അന അദ്ഹബു. അന നജും അബ്ദുൽ വാഹിദ്, നജൂം അബ്ദുൽ വാഹിദ് അദ്ഹബു. نحن أنا نجوم عبد الواحد وشرف الدين وإحسان نحن نذهب. وفاطمة എല്ലായിരുന്നാലും ഷാനിദ എല്ലായിരുന്നു. നഹ്നു നദ്ഹബ്. എല്ലാവരും ഉണ്ട്. പെണ്ണുങ്ങളുണ്ടെങ്കിലും ആണുങ്ങളുണ്ടെങ്കിലും നഹ്നു നദ്ഹബ്. അപ്പോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം ടെക്സ്റ്റിന്റെ സൈഡിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു വലിയ A4 ഷീറ്റ് എഴുതിയിട്ട് അതിനകത്ത് ഇത് ഇന്നോ നാളെ സുബഹിക്കോ എഴുതി വെക്കണം. മനസ്സിലായത് കറക്റ്റായിട്ട് എഴുതി വെക്കണം. എഴുതിയിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ഇട്ടാലും നന്നായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്ത് തരാൻ പറ്റും. കൃത്യമായി കറക്റ്റ് ചെയ്ത് തരാൻ പറ്റും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. വലിയ പേപ്പറിലാണ്, ചെറിയ പേപ്പറിൽ കുരൂര എഴുതിയത്. ഈ പഠിക്കുന്ന കാര്യത്തിലല്ല ദുർബേയ മരുതെന്ന് പറഞ്ഞത്. പഠിക്കുന്ന കാര്യത്തിലൊക്കെ കുറച്ച് പൈസ ചെലവാക്കിയാൽ അള്ളാഹ് അതിനൊക്കെ പ്രതിഫലം തരും. സമയവും അധ്വാനവും പണവും എലിമിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് എക്സസൈസ് വായിച്ചു നോക്കുന്നത്. തമാരീനു തംരീന്റെ ബഹുവചനമാണ് തമാരീനു. തംരീൻ, ഒരു തംരീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തംരീൻ എന്ന് മാത്രമേ പറയൂ. അപ്പൊ തംരീൻ റഖം വാഹിദ്, എക്സസൈസ് നമ്പർ 1. ഇനി നമ്മൾ വായിക്കാൻ പോണതിനെ കുറിച്ച് പറയുമ്പോൾ എക്സസൈസസ് വായിക്കാൻ പറയും. വി ആർ ഗോയിങ് ടു റീഡ് ദ എക്സസൈസസ് എന്ന് പറയും. നമ്മൾ ഏത് എക്സസൈസ് ആണ് വായിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് വി ഹാവ് ടു റീഡ്
തംരീൻ റക്കം വാഹിദ്. അപ്പൊ തംരീൻ റക്കം വാഹിദ് എന്നാണ്. അപ്പൊ തമാരീൻ റക്കം വാഹിദ് എന്നല്ല പറയുക. طيب أكمل الجمل الآتية. read the following sentences. جملة بوضع الفعل. ഫെയില് വെക്കണം. ഏത് ഫെയില് വെക്കണം? ഫെയില് ദഹബ എന്ന ഫെയില് വെച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എന്ത് വെക്കണം? ഫിൽ മുളാരിഇ ബഅദ ഇസ്നാദിഹി ഇല ദമീരിൽ മുനാസിബ്. എന്ത് ചെയ്യണം? ദഹബയുടെ മുളാരി ഫോർമാറ്റാണ് വെക്കേണ്ടത്. പ്രസന്റ് ടെൻസ്, പ്രസന്റ് ഫ്യൂച്ചർ ടെൻസസ് ആണ് വെക്കേണ്ടത്, അഥവാ അപൂർണ ക്രിയയാണ് വെക്കേണ്ടത്. ബഅദ ഇസ്നാദിഹി ഇല ദമീരിൽ മുനാസിബ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ടെക്നിക്കൽ വാക്കാണ്. ഇതിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരിക നമ്മൾ പഠിച്ച രീതിയിലാണ്, അല്ലാതെ പദാനുപദാർത്ഥം അല്ല ഇവിടെ പറഞ്ഞിരുന്നത്. പദാനുപദാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി. ബഅദ ഇസ്നാദിഹി ഇല ദമീരിൽ മുനാസിബ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ചേഞ്ചിങ് ടു ദ സ്യൂട്ടബിൾ ഫോർമാറ്റ്. ദഹബയുടെ അപൂർണക്രിയയാണല്ലോ വെക്കേണ്ടത്. അപ്പോ യദ്രിബു ആണ് വെക്കേണ്ടത്. യദ്രിബുവിനെ എന്ത് ചെയ്യണം? ആഫ്റ്റർ ചേഞ്ചിങ് ടു ദ സ്യൂട്ടബിൾ ഫോർമാറ്റ്, അനുയോജ്യമായ ഫോർമാറ്റിലേക്ക് മാറ്റിക്കൊണ്ടാണ് അത് വെക്കേണ്ടത്. അപ്പൊ യദ്ഹബു വേണോ, യദ്ഹബൂന വേണോ, തദ്ഹബു വേണോ, തദ്ഹബൂന വേണോ, അദ്ഹബു വേണോ, നദ്ഹബു വേണോ, ഹിയ തദ്ഹബു വേണോ, ഹുന്ന യദ്ഹബിന വേണോ എന്നുള്ളത് നോക്കിയിട്ട് വെക്കണം. അന്തി തദ്ഹബീന വേണോ വേണ്ടത് എന്ന് നോക്കിയിട്ട്, അതല്ല എത്രയല്ലേ പറഞ്ഞല്ലോ. അൻതുന്ന തദ്ഹബിന പറഞ്ഞു, അത് മനസ്സിലായിച്ചില്ല എന്നല്ലേ. മുഖാത്തബ് വരുമ്പോ അൻതി തദ്ഹബീന, അൻതുന്ന തദ്ഹബിന. അപ്പം ഈ രണ്ട് നൂനും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നൂനും നിസ്വത്ത് പഠിപ്പിച്ചത്. എല്ലാ ടെക്നിക്കൽ വാക്കും ഞാൻ പഠിപ്പിക്കാറില്ല. ചില സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കി വെച്ചതിന് എളുപ്പമുണ്ട്. സ്ത്രീകളുടെ നൂന്. അപ്പോ ഇവിടെ യദ്ഹബിന എന്ന് പറഞ്ഞപ്പോൾ യാ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഗായിബാണ്, താ ഉണ്ടെങ്കിൽ മുഖാത്തബാണ്. തദ്ഹബിന, ഓ നിങ്ങൾ പെണ്ണുങ്ങൾ പോകുന്നു. യദ്ഹബിന, ആ പെണ്ണുങ്ങൾ പോകുന്നു. ഓക്കെ. അപ്പോ ചോദ്യം, ജാ ആയിഷത്തു, ആയിഷയോടാണ് ചോദ്യം. എന്താ ചോദിക്കുന്നത്? ഫി അയ്യി സഅത്തിൻ ജാഅതി യാ ആയിഷത്തു. എന്താ പറയണ്ടേ? തദ്ഹബീന. ഫി അയ്യി സഅത്തിൻ തദ്ഹബീന ഇലൽ ജാമിഅത്തി യാ ആയിഷത്തു. ഫി അയ്യി സഅത്തിൻ എന്ന് വെച്ചാൽ വാട്ട് ടൈം. വാട്ട് ടൈം. അയ്യ എന്ന് പറഞ്ഞ വിച്ചാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ വാട്ട് എന്നാ പറയുക. ഏത് സമയത്തിലാണ്? ഏത് സമയത്താണ് എന്ന് പറഞ്ഞാൽ അതെ, ഏത് സമയത്താണ്, എത്ര മണിക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ അയ്യ സഅത്ത് എന്ന്. അത്തുല്ലാബു ഇലൽ മൽഅബി. അർത്ഥം ഫി അയ്യി സഅത്തിൻ തദ്ഹബീന ഇലൽ ജാമിഅത്തി യാ ആയിഷത്തു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്? ആയിഷ, നീ എപ്പോഴാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്? അല്ലെങ്കിൽ ജാമ്യയിലേക്ക് പോകുന്നതെന്ന് പറയാം. കാരണം ഇപ്പൊ ജാമ്യ ഫേമസ് ആണ്. അത്തുല്ലാബു എന്ത് ചെയ്യണം? ഇലൽ മൽഅബി ബഅദ ദർസ്. അത്തുല്ലാബു യദ്ഹബൂന. കേട്ടോ, ഒരാൾ മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാവരും പറയണം. الطلاب يذهبون إلى الملعب بعد الدرس. الثالث أنا أذهب. പറയുന്നൊരു ഉറക്കം പറയണം, എന്നാലും സൗണ്ട് കേൾക്കുള്ളൂ. ആരോ പതുക്കെ പറഞ്ഞായിരിക്കും. أنا أذهب إلى السوق يوم الجمعة فقط. വഹീദയാണോ വാഹിദയാണോ? واحدة. വാഹിദയാണ്. DHIDA.
എന്നാണ് കിടക്കുന്നത്. ചിലപ്പം ചില സമയത്ത് വീട്ടുണ്ടോ എന്ന് അറിയാൻ ചോദിച്ചു. أنا أذهب إلى السوق يوم الجمعة فقط. എന്താ അർത്ഥം? ഞാൻ വെള്ളിയാഴ്ച പോകുന്നു സൂക്കിലേക്ക് വെള്ളിയാഴ്ച മാത്രം. വെള്ളിയാഴ്ച അങ്ങനെയാണോ മലയാളത്തിൽ മാത്രം പറയാ? മലയാളത്തിൽ എങ്ങനെയാ പറയുന്നത്? വെള്ളിയാഴ്ച ഞാൻ വെള്ളിയാഴ്ചയിൽ ഞാൻ മാത്രമാണ് ഞാൻ സൂക്കിൽ വെള്ളിയാഴ്ച പോകാറുള്ളത്. മാത്രം സൂക്കിലേക്ക് സൂക്കിലേക്ക് വെള്ളിയാഴ്ച പോകുന്നു. ദിവസം അബ്ദുറഹ്മാൻ എന്താ പോകും. ലേറ്റ് ആയത്? അബ്ദുറഹ്മാൻ ഞാൻ തുടക്കം മുതലുണ്ട് ഉസ്താദേ. തുടക്കം പോലെ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ആണുങ്ങളെ ഏതെങ്കിലും പേരൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഈ അബ്ദുറഹ്മാനെ കണ്ടില്ലേ? ആയതുകൊണ്ട് മുകളിൽ കിടന്നായിരിക്കും. ഇപ്പൊ ഞാൻ മുകളിൽ നോക്കി. ഞാൻ വെള്ളിയാഴ്ച മാത്രമേ മാർക്കറ്റിൽ പോകുള്ളൂ. നമ്മളെ പോലെ ഒരു സാധനം ആവശ്യം അപ്പോൾ മാർക്കറ്റിൽ പോവല്ല. എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു സമയത്ത് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കും. അത്രയുള്ള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് ഒരു ദിവസം അവധിയുള്ളൂ. വെള്ളിയാഴ്ച മാത്രമേ അവധിയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് വെള്ളിയാഴ്ച മാത്രമേ അവർക്ക് വണ്ടി വിട്ടു കൊടുക്കുള്ളൂ മാർക്കറ്റിൽ പോകാൻ. അങ്ങനെയൊക്കെ ഉണ്ട്. الرابع متى يا إخوان متى തദ്ഹബൂന متى تذهبون يا إخوان എന്താ അർത്ഥം? എപ്പോൾ നീ എപ്പോൾ മത്ത- മുദീറിനെ സന്ദർശിക്കാൻ നീ എപ്പോഴാണ് പോകുന്നത്? നീയല്ല നീ നീയാണോ? സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾ സഹോദരങ്ങളെ നിങ്ങൾ യാ ഹിബാൻ, സഹോദരങ്ങളെ സഹോദരങ്ങളെ. നിങ്ങൾ സഹോദരൻ സഹോദരന്മാരെ, നിങ്ങൾ എപ്പോഴാണ് മുതിയ സഹോദരങ്ങളെ. ഹെഡ് മാസ്റ്ററിനെ കാണാൻ ഇതിനെ പോകുന്നത്? കാണാൻ പോകുന്നത്. ജാമിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മുതിയറിനെ പ്രിൻസിപ്പൾ ആക്കാം. അൽഹാമിസ് ഉമ്മി എന്ത് ചെയ്യണം? തദ്ഹബു. ഉമ്മി أمي تذهب إلى المستشفى كل يوم لأنها مريضة. എന്താ അർത്ഥം? എന്റെ ഉമ്മ എന്റെ എല്ലാ ഉമ്മ ദിവസവും എല്ലാ ഹോസ്പിറ്റലിൽ എല്ലാ പോകും. ദിവസവും രോഗിയായതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. രോഗിയാണ്. ഹോസ്പിറ്റലിലെ രോഗിയെ പിടിച്ചിട്ടിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്, അതിനെ അഡിക്റ്റ് ആക്കുകയാണ്. ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ ഇത് ചെയ്താൽ ഒരു ഇതും പോകണ്ടാണ്. അക്കിപ്പഞ്ചറും ആയുർവേദമൊന്നുമല്ല വേറെ സംഭവം. പുതിയൊരു ലോകക്രമം വരാൻ പോവാണ്. ആ ലോകക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിക്ക് കുറെ നാള് എന്ത് ചെയ്തു, കുറെ നാൾ നമ്മൾ രാസവളങ്ങളുടെ ഒരു അതിപ്രസരം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നാലോചിച്ച് നോക്കിയാൽ ഒരു 10-20 വർഷം മുമ്പ് രാസവളങ്ങളുടെ അതിപ്രസരമായി. ഇപ്പൊ എന്താ? ഇപ്പോ നാച്ചുറൽ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് പുതിയ സംരംഭം സെൻട്രൽ ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്നിരിക്കുക. എന്താ പറയുന്നതെന്ന് വെച്ചാൽ അല്ലറ ചില്ലറ ഗോമൂത്രവും ചാണകവും അതുള്ള സംഭവങ്ങൾ ഇതെന്ത് ചെയ്താൽ മതി, കലക്കി കുറച്ചാൾ 2-3 ആൾ വെച്ചിരുന്നിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കൃഷിഭൂമിയിൽ കുറേശ്ശെ കളിച്ചെടുത്താൽ മതി. ഇളക്കുകയും വെട്ടയും കളക്കുകയൊന്നും വേണ്ട. അവിടെ എന്താ പറയാ, മണ്ണിലേക്ക് വന്നിട്ട് ആ മണ്ണിനെ ശരിക്കും ഇതാക്കിക്കോളും. നിങ്ങൾ അധ്വാനിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാൻ ശരിയായ രീതിയിൽ വളരെ ലളിതമായി പരിപാലിച്ച. എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതേ സംഭവമാണ് മനുഷ്യനിലും ചെയ്യേണ്ടത്. പ്രകൃതിപരമായി വളരെ ലളിതമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, ചില കാര്യങ്ങളെങ്കിലും ഉണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മരുന്നുണ്ട്. ഞാനിപ്പോ 2019 ശേഷം ഒരു മരുന്നും കുടിച്ചിട്ടില്ല. ഇപ്പൊ പ്രകൃതിപരമായിട്ടുള്ള എന്തെങ്കിലും ഇലയോ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കും, എണ്ണയോ അതുപോലുള്ള സംഭവം. പിന്നെ തേനങ്ങനെ. ഉസ്താദിന് ഷുഗറും പ്രഷറും ഒന്നും ഇല്ലല്ലോ? എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, മറ്റേ ഈർച്ച വാള കൊണ്ട് എന്റെ ഇവിടം മുതൽ ഇവിടം വരെ പിളർന്നു കീറി പുറത്തെടുത്തിട്ട് നമ്മളെ സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ പുറത്തെടുത്തിട്ട് പിന്നെ കാലിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ ഞരമ്പൊക്കെ വെട്ടി അവിടെയൊക്കെ ജയിച്ചു. ആൻജിയോപ്ലാസ്റ്റി എന്നാണ് പറയുന്നത്. എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൈ നിറയെ ഇത് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു ഫുഡ് എന്താ കഴിക്കുന്നത്. അപ്പോ രാവിലെ 3 ഇഡ്ഡലിയും ഉച്ചയ്ക്ക് 1 സ്പൂൺ ചോറും രാത്രി 3 ചപ്പാത്തിയും കഴിക്കണം.
ഈ മരുന്നെല്ലാം കുടിച്ചിട്ട് ഈ സാധനം കുടിച്ചൊന്നും എടുക്കാൻ പറ്റും. അങ്ങനെ അതെല്ലാം വലിച്ചു വാരി കളഞ്ഞു. അങ്ങനെ അവസാനം പിന്നെ ആയുർവേദത്തിലേക്ക് പോയി, ഹോമിയോപ്പതിയിലേക്ക് പോയി. അവസാനം ഇതൊന്നുമില്ലാത്ത ഒരു ചികിത്സയിലേക്ക്, കോവിഡ് എന്ന് പറഞ്ഞ മഹാമാരി വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം ഇതൊന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അമേരിക്കൻ എന്താ പറയാ, അമേരിക്കയാണ് ഈ കോവിഡ് പരിശോധിക്കുന്ന കമ്പനിക്ക് സ്ഥാപനത്തിൽ ഇന്ത്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ICMR-ന്, കോവിഡ് പ്രോട്ടോകോൾ ഉണ്ടാക്കുന്ന ICMR അല്ലേ, ICMR-ന് ഫണ്ട് കൊടുക്കുന്ന അമേരിക്കയാണ്. ഈ മരുന്നുകളെല്ലാം വലിച്ചെറിഞ്ഞു. അതുകൊണ്ടൊരു കുഴപ്പമില്ല. പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, ഷുഗറും ഇല്ല, ഒന്നും. ഷുഗർ വാങ്ങിക്കും നമ്മൾ ചായയിടാൻ വേണ്ടി. ഓക്കെ. അപ്പൊ കുല്യയോമും മുസ്തഷ്ഫ കേട്ടപ്പോഴത്തേക്ക് ദിവസം ഭയങ്കര സംഭവം. സാദിസ് എന്താ? ഇലൽ മക്തബത്തി കുല്ല മസാഇൻ യാ ബനാത്തി. എന്താ എഴുതേണ്ടത്? ആളുണ്ട്. തദ്ഹബ്ന. അതദ്ഹബ്ന അങ്ങനെയല്ല. അതദ്ഹബ്ന ഇലൽ മക്തബത്തി കുല്ല മസാഇൻ യാ ബനാത്തി. യാ ബനാത്തി. പെൺമക്കളോട് ചോദിക്കേണ്ട, എല്ലാ മക്കളോടും എല്ലാ ദിവസവും എല്ലാ ദിവസവും പെൺമക്കളെ എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ ലൈബ്രറിയിലേക്ക് ലൈബ്രറി പോകാറുണ്ടോ? ലൈബ്രറി പോയിട്ട് പത്രങ്ങളൊക്കെ വായിച്ചെല്ലാം തരും. അത് പെൺകുട്ടികൾ ആൺകുട്ടികളെല്ലാം വായിക്കും. നമ്മളെപ്പോഴും നിരീക്ഷണ പാഠവുമുള്ളവരായിരിക്കും. നമ്മളൊരു കാര്യം പഠിക്കുമ്പോഴത്തേക്ക് എന്താണ്, എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബ്രെയിനിന്റെ എല്ലാ മേഖലയും വികസിക്കും. ഒരു ഫ്ലവറിന്റെ എന്താണ് ഫ്രാഗ്രൻസ് എന്ന് നോക്കുക. ഒരു പൂവിന്, ആ പൂവിന് എന്താണ് മണം, അടുത്ത പൂവിന് എന്താണ് മണം. നമ്മൾ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കൾക്ക് എന്തുകൊണ്ട് മണമില്ല? കാട്ടിലും വനത്തിലും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കൾക്ക് മണമുണ്ട്. ആ പൂക്കളുടെ അകത്ത് നിന്ന് എന്താണ് വരുന്നത്? മുമ്പ് ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് എന്ത് ചെയ്യും, അതിന്റെ പിച്ച് കളഞ്ഞാൽ വളരെ ചെമ്പരത്തിപ്പൂ പിടിച്ച് വേരിൽ നിറച്ച് ചെമ്പരത്തിപ്പൂ ഉണ്ട്. അതിന്റെ ചുമന്ന പൂവന്തിയും തിന്നും. അത് എടുത്തിട്ട് അത് എടുക്കുന്ന സമയത്ത് തന്നെ അതിന്റെ അടിയിൽ തേനുണ്ടാവും. ആ തേനും കുടിക്കും, ആ പൂവ് തിന്നും. അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്, അതിലൊക്കെ പൂവുണ്ട്, പൂമ്പടിയുണ്ട്, അതില് തേനുണ്ട്, സുഗന്ധമുണ്ട്, പരിമളമുണ്ട്. ഇങ്ങനെ ഈ പരിമളം നിരീക്ഷിച്ചാൽ തന്നെ, പലതരം പരിമളങ്ങൾ നിരീക്ഷിച്ചാൽ തന്നെ നമ്മളെ ബ്രെയിനിന്റെ ഭയങ്കര പവർഫുൾ ആയി. നിർവ്വഹം ചെയ്യണ്ട. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ കാണുന്നതിന് എല്ലാത്തിനെയും നിരീക്ഷിക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി? ഇനി ഇതെന്ത് ചെയ്യും? അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഒരു നേതാവ് പറഞ്ഞില്ലേ, വേറൊരു നേതാവിനെ എന്തോ വിമർശിച്ചു. അപ്പൊ ഇതിലെന്തോ ഒരു സംഭവം മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ കേട്ടപ്പോൾ? ഇനി അതൊരു വിഷയമാവുമെന്ന് തോന്നിയോ? വിഷയം ആയോ? ഇനി അയാൾ മാപ്പ് പറയുമെന്ന് നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുക. ഞാൻ വിചാരിച്ച അയാൾ മാപ്പ് പറയുമെന്ന്. അയാൾ 2-3 ദിവസത്തിനകം അയാൾ മാപ്പ് പറയും. അപ്പൊ നമ്മൾ തീരുമാനം എത്തിയ ആ തീരുമാനം നടപ്പാവുന്നുണ്ടെങ്കിൽ നമ്മളെ നിരീക്ഷണം ശരിയാവും. അപ്പൊ എല്ലാത്തിനെയും കുറിച്ച് നമ്മൾ എല്ലാത്തിനും നമുക്ക് എന്ത് ചെയ്യാം? ഒരു നിലപാടുണ്ടാക്കുമ്പോൾ എന്തായി? നമ്മളെ ബ്രെയിനില് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമ്മളെ ബ്രെയിനില് 100 ബില്യൺ സെല്ലുകളുണ്ട്. നമ്മൾ എല്ലാത്തിനും കയറി തലയിട്ടാളൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആവശ്യമില്ലാത്തതിൽ നമ്മൾ സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നല്ലത് പറയണം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ചിന്തിച്ച് നമ്മളെ മനസ്സിൽ ഒരു നിലപാടെടുക്കാം. അപ്പൊ നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ എന്ത് ചെയ്യും? വായിക്കണം, നിലപാടെടുക്കണം. അതേപോലെ വായിക്കുമ്പോഴത്തേക്ക് നോവൽ സോഴ്സുകളിലേക്ക് നോവൽ സോഴ്സുകളിലേക്ക് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ നോവൽ സോഴ്സുകളിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഫാന്റസിയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അത് വേറൊരു ഏരിയ ഡെവലപ്പ് ചെയ്യുകയാണ്. നമ്മുടെ മനസ്സിൽ വേറൊരു ഭാഗം ഡെവലപ്പ് ചെയ്യുകയാണ്. നമ്മളെ കപ്പാസിറ്റി കൂടുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സംഗതിയുണ്ട് വായനയിലൂടെ. 7 എന്താ?
എന്തുകൊണ്ട് പോണില്ലെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എന്തുകൊണ്ട് വരുന്നില്ല എന്ന അർത്ഥത്തിലാണ്. ലാ തദ്ഹബു ഇലൽ മതാരി മഅന യാ അബ്ബാസു. അബ്ബാസെ, നീ എന്തുകൊണ്ട് ഞങ്ങളോടൊപ്പം മത്താറിലേക്ക് വരുന്നില്ല? മത്താർ എന്താണ്? എയർപോർട്ട്. എയർപോർട്ട്. എയർപോർട്ട്, പറക്കുന്ന സ്ഥലം. അസാമിൻ നഹ്നു തദ്ഹബു. നഹ്നു നദ്ഹബു. അല്ല, നഹ്നു നദ്ഹബു. നദ്ഹബു ഇലൽ ജാമിഅത്തി ബിസയ്യാറത്തിൽ ഉജ്റത്തി. സയ്യാറത്തിൽ ഉജ്റത്ത് എന്താ? ഉജ്റത്ത് എന്താ? ഉജ്റത്ത് എന്ന് പറഞ്ഞാല് വാടക. വാടകയ്ക്ക് ഓടുന്ന കാറിലാണ് ഞങ്ങള് അപ്പൊ ടാക്സി. ജാമ്യയിൽ പോകുന്നത്. അതെ, ടാക്സി. അപ്പൊ നമ്മൾ ഗൾഫിൽ ചെന്നാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ബോർഡിൽ. ഗൾഫിൽ പോയ ആരെങ്കിലും ഉണ്ടോ? ഗൾഫിലുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ടാക്സിയുടെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ ബോർഡില്ലേ? അന്ന് പോയപ്പോ കണ്ടില്ലേ? ഉണ്ട്, കണ്ടിരുന്നു. ബോർഡ് മുകളിൽ എഴുതിയിട്ടുണ്ടാവും ഉജ്റ, എന്നിട്ട് അതിൽ ലൈറ്റിട്ടുണ്ടാവും. എന്നാലേ ടാക്സി ആയിട്ട് ഓടാൻ പറ്റുള്ളൂ, അല്ലാതെ ടാക്സി ഓടാൻ പറ്റില്ല. ഇപ്പൊ ടാക്സി പെർമിറ്റ് ഒക്കെ വേണം. അപ്പൊ ഉജ്റ എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മളിവിടെ ഇതിലുണ്ടല്ലോ, ഓട്ടോറിക്ഷയിലും ടാക്സിന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് ഓടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടാക്സിക്ക് വാടകയ്ക്ക് ഓടുന്നതാണെങ്കിൽ അതിന്റെ മുകളിൽ ഉജ്റ എന്ന് എഴുതണം. التاسع أبي إلى المصنع في الساعة العاشرة. അബി യദ്ഹബു. أبي يذهب إلى المصنع في الساعة العاشرة. എന്താ അർത്ഥം? 10 മണി. എന്റെ ഉപ്പ ഉപ്പ 10 മണിക്ക് ഫാക്ടറിയിൽ പോകും. കമ്പനിയിലെ ഫാക്ടറി. കമ്പനി എന്നല്ല, ഫാക്ടറി. മസ്നാ ഫാക്ടറി. മസ്നാ ഫാക്ടറി. മസ്നാന്റെ ശരിക്കുമുള്ള മീനിങ് എന്താ? നിർമ്മാണശാല. നിർമ്മാണശാല, മസ്നാ. അപ്പം മദീനത്തു സനാഇയ്യ കേട്ടിട്ടില്ലേ? മദീനത്തു സനാഇയ്യ കേട്ടിട്ടുണ്ടോ ഷറഫുദ്ദീൻ സാഹിബ്? മദീന സനാഇയ്യ കേട്ടിട്ടില്ല. ഇൻഡസ്ട്രിയൽ സിറ്റി കേട്ടിട്ടുണ്ടോ? ഇൻഡസ്ട്രിയൽ കേട്ടിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സിറ്റി സനായിയാന്ന് മാത്രമേ മദീന. സനാഇയ്യ. ലാപ്ടോപ്പിന് ലാപ്പെന്ന് മാത്രമല്ലേ പറയുള്ളൂ. ലാപ്ടോപ്പിന് നമ്മൾ ലാപ്പ് എന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് സനാഇയ്യ. സനാഇയ്യ എന്ന് പറഞ്ഞാൽ മദീന സനാഇയ്യാണ്, ഇൻഡസ്ട്രിയൽ സിറ്റിയാണ്. അപ്പോ സനാഇയ്യ എന്ന് പറഞ്ഞാൽ സനാഅത്ത്, ഇൻഡസ്ട്രി, ഫാക്ടറിയുള്ള സ്ഥലം, നിർമ്മാണശാല എന്നൊക്കെ അർത്ഥം. ഇംഗ്ലീഷുകാരും പല രീതിയിലും പ്രയോഗിക്കും. സനാ നിർമ്മിച്ചു. സനാഇയ്യ എന്ന് പറഞ്ഞാൽ മദീന എന്ന് പറയുമ്പോൾ സിറ്റി, സനാഇയ്യ എന്ന് പറഞ്ഞാൽ നിർമ്മാണപരമായിട്ടുള്ള, ഇൻഡസ്ട്രിയൽ സിറ്റി. മദീന സാഅത്തിൽ ആശിറത്തി. അപ്പൊ മനസ്സിലായത് സമയം പറയുന്നതിന് ഇത്ര മണിക്കാണെന്ന് പറയുമ്പോൾ ഓർഡിനൽ കൗണ്ടിങ് ആണ് ഉപയോഗിക്കുന്നത്. ക്രമപ്രകാരമുള്ള കൗണ്ടിങ് വേണം. 1 മണിയാണെങ്കിൽ അസാഅത്തിൽ വാഹിദ. 2 മണിയാണെങ്കിൽ 2 മുതൽ 10 വരെ അല്ല 12 വരെ ഓർഡിനലാണ്. 1 സാഅത്തിൽ വാഹിദ 1 മണി. 2 മണിക്ക് എന്ത് പറയും? സാഅത്ത് സാനിയ. 3 മണിക്ക് സാഅത്ത് സാലിസ. 4 മണിക്ക് സാഅത്ത് റാബിയ. 5 മണിക്ക് സാഅത്ത് ഖാമിസ. 6 മണിക്ക് സാഅത്ത് സാദിസ. 7 മണിക്ക് സാഅത്ത് സാബിയ. 8 മണിക്ക് സാഅത്ത് സമാനിയ. സമാനിയ കൗണ്ടിങ് ആണ്. ഓർഡിനൽ ക്രമം അനുസരിച്ച് വരുന്നതല്ല. ക്രമം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, സിക്സ്ത്, സെവൻത്ത് ഇങ്ങനെ വരുന്നതാണ് ക്രമം. അപ്പോൾ ഫസ്റ്റിന് ഇംഗ്ലീഷ് അറബിയിൽ വാഹിദ എന്ന് തന്നെയാണ് പറയുന്നത്. ഊല എന്ന് മണിക്ക് പറയില്ല. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവല് ആണ്. ഫസ്റ്റ് അവൽ എന്നാണ് അറബിയിൽ പറയുക. പക്ഷേ മണി പറയുമ്പോൾ അവൽ സാ എന്ന് പറയില്ല. 1 മണിക്ക് അവൽ സാ എന്ന് പറയില്ല. സാഅത്തുൽ വാഹിദ. 2 മുതൽ പിന്നെ 12 മണി വരെ ഓർഡിനൽ കൗണ്ടിങ് ആയിരിക്കും. അൽ ആഷിറ. പിന്നെ വന്നിട്ട് അൽ ഹാദി അഷർ, സാനി അഷർ, സാനിയത്ത് അഷറാണ് കേട്ടോ. സാഅത്ത് വന്നപ്പോൾ സ്ത്രീലിംഗ് ആയതുകൊണ്ട് സാനിയത്ത് അഷർ, സാലിസത്ത് അഷർ,
താഴത്തെ അക്ഷരമില്ലല്ലേ. പിന്നെ ഈ 24 hours ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകും. പിന്നെ അൽ-ആഷിർ അഖവാത്തി. യദ്ഹബ്ന. അഖവാത്ത് ആകുമ്പോൾ യദ്ഹബിന ഇലൽ മദ്രസത്തി ബിൽ ഹാഫിലത്തി. അവര് എവിടെയാ പോകുന്നത്? ഏതിലാ പോകുന്നത്? ബസ്സുണ്ട്. സ്കൂളിലേക്ക് ആ ബസ്സിലാണ് പോകുന്നത്. ബസ്സിൽ പോകുന്നു. അപ്പൊ ഇവിടെയൊക്കെ എന്ത് പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചോളൂ. ഈ പ്രിപ്പോസിഷൻ നമുക്ക് കാണാൻ പഠിച്ചു വെക്കാൻ പറ്റില്ല. പ്രിപ്പോസിഷൻസ് കാണാൻ പഠിക്കുന്നതിന് പകരമാണ് നമ്മൾ ഈ എക്സസൈസ് പല പ്രാവശ്യം വായിക്കണം. നഹ്നു നസ്ഹബു ഇലൽ ജാമിഅത്തി ബിസ്സയ്യാറത്തിൽ ഉജ്റ. അഖവാത്തി യസ്ഹബുന ഇലൽ മദ്രസത്തി ബിൽ ഹാഫിലത്തി. അതേപോലെ മറ്റാ തസ്ഹബൂന ലിസിയാറത്തിൽ മുദീരി. വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അങ്ങനെ വായിച്ചു കഴിയുമ്പോൾ കുല്ലയ്ക്ക് ശേഷം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് കസർ കൊടുക്കും. തസ്ഹബുന ഇലൽ മക്തബത്തി കുല്ല മസാഇൻ വകുല്ല മസാഇൻ. അതേപോലെ ഇലൽ മുസ്തശ്ഫ കുല്ല യൗമിൻ. ഉമ്മി തദ്ഹബു ഇലൽ മുസ്തശ്ഫ കുല്ല യൗമിൻ. ഏതെങ്കിലും സെനൻസ് പല പ്രാവശ്യം വായിച്ചു പഠിച്ചാൽ ആ പ്രപ്പോസിഷൻസും ഘടനയൊക്കെ നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ട്. അതിനാണ് യൂസ് ഇറ്റ് ആസ് എ ചൈൽഡ് എന്ന് പറയുന്നത്. ഏത് ലാംഗ്വേജും നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയെപ്പോലെ പ്രയോഗിച്ച് പഠിക്കണം. നമ്മളെപ്പോഴും ഈ ഇരുന്ന് ആലോചിച്ചിട്ട് അവിടെ എന്താണ് കുല്യ ശേഷം കസർ വരണോ, പത്ത് കൊടുക്കണോ, നമ്മ കൊടുക്കണോ, ഇങ്ങനെ പല പ്രാവശ്യം വാക്യങ്ങൾ കേൾക്കുകയും വായിച്ച് പഠിക്കുകയും ചെയ്യുമ്പോൾ ആ സംഭവം നമ്മളെ മനസ്സിൽ ഇരിക്കും. അടുത്തത് അത്തമ്മിനിൽ സാനി അക്മിനിൽ ജുമലൽ ആതിയത ബിവദ്ഇ ഫിഅലിൻ മുദാരിഇൻ മുനാസിബിൻ ഫിൽ ഫറാഗ്. ഫറാഗ് ബ്ലാങ്ക്. ബ്ലാങ്കിൽ എന്ത് ചെയ്യണം? അക്മിൽ ജുമലൽ ആതിയ കംപ്ലീറ്റ് ദ സെന്റൻസ് ദ ഫോളോയിങ് സെന്റൻസസ് ബിവദ്ഇ വെച്ചുകൊണ്ട് ഫിഅലിൻ മുദാരിഇൻ ഒരു അപൂർണക്രിയ വെക്കണം. മുനാസിബിൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള. ഫിൽ ഫറാഗ് ഇൻ ദ ബ്ലാങ്ക്. Fill in the blank with a suitable present verb. With a suitable verb in the present tense. اللغة العربية العربية يا سيدي. എന്താ പറയാൻ പറ്റും നമുക്ക്? അത്തദ്രസീന. സയ്യിദിനോട് എന്താ പറയാ? അതദ്റുസു. അതദ്റുസുൽ ലുഗത്തൽ അറബിയ്യത്ത്. നീ പഠിക്കുന്നുണ്ടോ? അൽ ലുഗത്തൽ അറബിയ്യത്ത് യാ സയ്യിദി. വേറെ എന്ത് പറയാം? തഖ്റഉൽ ലുഗത്തൽ അറബിയ്യത്ത് യാ സയ്യിദി. വേറെ എന്ത് പറയാം? അസഹ്ലത്തു. അതക്തുബുൽ ലുഗത്തൽ അറബിയ്യത്ത് യാ സയ്യിദി. നീ അറബി എഴുതുവോ? തഹലക്കും എന്താ പറഞ്ഞത്? കറക്റ്റ് പറയും. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? തഫ്ഹമു. തഫ്ഹമു. നീ മനസ്സിലാക്കുന്നുണ്ടോ? നിനക്ക് മനസ്സിലാകുമോ? തഫ്ഹമുൽ ലുഗത്തൽ അറബിയ്യത്ത യാ സയ്യിദി. യാ സയ്യിദി എന്ന് പറഞ്ഞാൽ എന്താ? സർ. കേട്ടാ? സയ്യിദി എന്ന് പറഞ്ഞാൽ സർ. സയ്യിദത്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞൂടെ? തസ്ഹലു എന്ന് പറഞ്ഞൂടെ? തസ്ഹലു ഉപയോഗിക്കില്ല സയ്യിദ്. മിസ്റ്റർ എന്ന് പറയാം. പക്ഷെ യാ സയ്യിദ് എന്ന് പറഞ്ഞാൽ ഓ മിസ്റ്റർ എന്ന് ഉപയോഗിക്കുമോ നമ്മള്? എളുപ്പമാണോ എന്നുള്ളത് ചോദിച്ചൂടെ? എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ആ തസ്ഹലു എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു അപൂർണ ക്രിയ വേണം. ഒരു അപൂർണ ക്രിയ വയ്ക്കുന്നതാണെങ്കിൽ ആ തസ്ഹലു എന്ന് ചോദിക്കാൻ പറ്റും. വേറെ അർത്ഥമായിപ്പോ. കേട്ടാ? വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നോക്കി. ഇഷ്ടം പോലെ പറയാനല്ലോ. ആ താരിഫു
أتعرف اللغة العربية أتتكلم تكلم أنا പഠിച്ചില്ല എന്ന് തോന്നുന്നു أتقرأ أتدرس أتعرف أتعلم ഒരുപാട് പേര് ഓക്കെ الثاني نحن كرة القدم كل مساء نلعب അപ്പൊ نلعب മാത്രമേ പറയാൻ പറ്റുള്ളൂ نحن نلعب كرة القدم كل مساء എല്ലാ വൈകുന്നേരവും ഞങ്ങൾ എന്ത് കളിക്കും كرة القدم എന്താ ഫുട്ബോൾ കളിക്കും ഫുട്ബോൾ ഫുട്ബോൾ الثالث കളി الثالث أفي مهاجر الجامعة يا إخواننا എന്ത് പറയണം تسكنون 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 أفي مهاجر الجامعة تسكنون يا إخوان നിങ്ങൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലാണോ താമസിക്കുന്നത് മഹാജർ ജാമിയത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ മഹാജർ കേട്ടോ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽസ് ആണ് മഹാജർ എന്താണ് ശരിക്കും കസർ സ്വീകരിക്കാത്ത പദമാണ് ഇവിടെ എന്തുകൊണ്ട് കസർ വന്നു മഹാജറിൽ ജാമിഅത്തി ജാമിയത്തിലേക്ക് ഇളാമത്ത് അല്ല് വന്നോണ്ട് സുക്കൂൻ അല്ല എവിടെ വന്നു അല്ല അപ്പുറത്ത് വന്നുകൊണ്ടാണ് ഇപ്പുറത്ത് കസർ കൊടുക്കുന്നത് അപ്പുറത്തിലേക്ക് ഇളാഫത്ത് ചെയ്താൽ ഇപ്പുറത്ത് കസർ കൊടുക്കും മഹാജറിൽ ജാമിഅത്തി ജാമിയത്തിന്റെ മഹാജർ കേട്ടോ അത് നോട്ട് ചെയ്തോണേ അൽ വന്നാലും കൊടുക്കും പക്ഷെ ഇവിടെ അൽ വന്നിട്ടില്ല മഹാജറിന് അല്ലില്ല അൽ വന്നാലും അതേപോലെ അപ്പുറത്തേക്ക് ഇളാഫത്ത് ചെയ്താലും ഇത് കസർ സ്വീകരിക്കും ഫീ വന്നുകൊണ്ട് കൂട്ടാൻ പറ്റുമോ ഫീ മഹാജി ഫീ വന്നത് കൊണ്ടാണ് കസർ വരുന്നത് പക്ഷേ ഫീ വന്നാലും ഈ അഫീ മഹാജി പിന്നെ എന്താ പറയാ ജാമ്യത്തിലേക്ക് ഇളാഫത്ത് ചെയ്തില്ലെങ്കിൽ മഹാജന് കസർ വരില്ല ഈ ഉണ്ടായാലും കസർ വരില്ല കസർ സ്വീകരിക്കൂല എന്ന് പറയുന്നത് കൊടുത്താലല്ലേ സ്വീകരിക്കാതിരിക്കുള്ളൂ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ സംഭാവന സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം തന്നാലല്ലേ സംഭാവന സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റും അപ്പോ അങ്ങോട്ട് കൊടുക്കാൻ ഒരു സാഹചര്യം വേണം കസർ വരുത്തുന്ന പദം അത് ഹർഫ് ജർ വന്നാലാണ് സ്വീകരിക്കൂല എന്ന് പറയുന്നത് വന്നാലും സ്വീകരിക്കൂല എപ്പോൾ സാധാരണഗതിയിൽ മഹാജു മസാജിദു വസിലുള്ളതിനൊന്നും കസർ സ്വീകരിക്കില്ല പക്ഷേ അടുത്ത വേറൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യുകയോ അതിന് അൽ വരികയോ ചെയ്താൽ സ്വീകരിക്കും ഓക്കെ അഫി മഹാജർ ജാമിയത്തി തസ്കുനൂന യാ ഇഖ്വാൻ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽസിലാണോ താമസിക്കുന്നത് സഹോദരന്മാരെ റാബിയ التجار يفتحون دكاكينهم في الساعة التجار يفتحون دكاكينهم في الساعة التاسعة الساعة التاسعة എന്താണ് 9 മണിക്ക് ദക്കാക്കീൻ എന്താ കടകൾ ഷോപ്പുകൾ ദുക്കാന്റെ ബഹുവചനമാണ് ദക്കാക്കീൻ ദക്കാക്കീൻ അല്ലേ ദക്കാക്കീൻ എന്താണ് ശരിക്കും അതും എന്താണ് ഗൈറു മുൻസരിഫാണ് അതേത് പാറ്റേണിലുള്ള ഗൈറു മുൻസരിഫാണ് മസാക്കീൻ നിങ്ങൾ എന്താ പറഞ്ഞത് മഫായില് അല്ലേ മഫായിൽ എന്നാ പറഞ്ഞു മഫായിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ അല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ റിയൽ പാറ്റേൺ ആയിരുന്നു മഫായിൽ എന്ന് പറയുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് സാങ്കല്പികമാണ് നമ്മൾ ഈ മദീന അറബിക്കില് എങ്ങനെയൊക്കെ ഉപയോഗിക്കും പക്ഷെ മദീന അറബിക്കാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും നമ്മളെ തഹ്ത ഇഷ്റാഫ് എന്ന് പറഞ്ഞില്ലേ
അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ. അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ സൂപ്പർവിഷനിൽ പഠിക്കുമ്പോൾ നമ്മൾ പാറ്റേൺ പറയുമ്പോൾ റിയൽ പാറ്റേൺ ആണ് പറയേണ്ടത്. ഫഅല യഫ്അലു നമ്മൾ പറയില്ല, ഫതഹ യഫ്തഹു ഗ്രൂപ്പാണെന്ന് പറയും. അതേപോലെ ഫഅല യഫ്ഇലു നമ്മൾ പറയില്ല, നമ്മൾ പറയുന്നത് ലറബ യദരിബു ഗ്രൂപ്പാണ്. അപ്പൊ റിയൽ പാറ്റേൺ ആണ്. ലറബ വന്നു കഴിഞ്ഞാൽ യദരിബു മാത്രമേ വരുള്ളൂ. അതേപോലെ ബഹുജനങ്ങളുടെ പാറ്റേൺ പറയുമ്പോൾ മഹാജി എന്നത് മസാജിദ് പാറ്റേണിലാണ്. മസാജിദിന് ഒരിക്കലും മസാജീദ് എന്ന് വരില്ല. മസാജിദ് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും, ഓക്കെ മസാജിദ് വരും, വേറെ സംശയമൊന്നുമില്ല. മഫായിലാണോ മഫായിലാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടായിരിക്കും. അതേപോലെ ഡക്കാക്കീന്ന് വരുമ്പോൾ അതാണ് മസാക്കീന് പാറ്റേൺ ആണ്. നമ്മൾ ആദ്യം പഠിക്കുന്ന വാക്കുകളാണ് ഇതിൽ വെച്ചേക്കുന്നത്. പെട്ടെന്ന് ഓർമ്മ ചെയ്യാവുന്ന സംഭവം. അപ്പം മസാക്കീന് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അത് മസാക്കീൻ എന്ന് മസാക്കിന് എന്ന് വരില്ല, മസാക്കീൻ. اوكي التجار يفتحون دكاكينهم في الساعات التاسعة. الخامس المدرس الدرس على سبورة. دينو യക്തുബു يكتب المدرس الدرس على سبورة. അധ്യാപകൻ ബോർഡിൽ പാഠം എഴുതുന്നു. ബോർഡിന്മേ എഴുതുന്നു. അതെ, ഞങ്ങൾ ബോർഡിലാണ് എഴുതുന്നത്, നിങ്ങൾ ബോർഡിൽ മേലാണ് എഴുതുന്നത്. السادس أخوات حمزة دينو تدرسنا أخوات حمزة تدرسنا أخوات حمزة എന്ന് പറയുമ്പോൾ ഗായിബത്താണോ അല്ല പിന്നെ ഹാദിറാത്താണോ? غائبنا يدرسنا യദ്റുസ്ന ഗായിബാത്താണ്. അഖവാത്ത് പറയുമ്പോൾ ഗായിബാത്താണ്. يدرسنا യദ്റുസ്ന അഖവാത്ത് ഹംസത്ത എന്താ അർത്ഥം? അർത്ഥം എന്താ? ഹംസയുടെ ഹംസയുടെ സഹോദരിമാർ ജാമിയയിൽ പഠിക്കുന്നു. പഠിക്കുന്നു. ഹംസയുടെ സഹോദരിമാർ ജാമിയയിലാണ് പഠിക്കുന്നത്. അപ്പൊ അസാബിയ. എന്തുകൊണ്ടാണ് ബി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെയാണ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ടത്. ഫില്ലല്ല, അല്ല ഫില്ലല്ല, ബിൽ ജാമിയത്തി. അതെങ്ങനെ മനസ്സിലാവും? ഫീ ആണോ ബി read ആണോ more ഉപയോഗിക്കേണ്ടത്? listen more, you will understand the prepositions. ഏത് ലാംഗ്വേജ് ആണെങ്കിലും read more listen more is the only solution. ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചാളിങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ ആദ്യം തവണ തോന്നും നമ്മൾ അറ്റാണോ ഉപയോഗിക്കേണ്ടത്, ഇന്നാണോ ഉപയോഗിക്കേണ്ടത്, അതൊക്കെ നമ്മൾ ചിന്ത വരും. കുറച്ചാൾ നമ്മൾ കേട്ട് ശീലിച്ച് വരുമ്പോഴത്തേക്ക് അവിടെ കറക്റ്റ് ആയിട്ട് ബി ആണ് ഡി, ഫി ആണ് ഫി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഫീ പറഞ്ഞാൽ കല്ലുകടി ഉണ്ടാവും. അസാബിയ അന അഖറഉൽ ഖുർആന أنا أقرأ القرآن كل صباح. أنا أتلو القرآن أنا أتلو القرآن എന്ന് പറഞ്ഞാൽ أنا أتلو القرآن أنا أتلو القرآن كل صباح. അത്ലു എന്ന് പറയാം. നമ്മള് ദുർബലാക്ഷരമുള്ള പഠിച്ചില്ലാന്ന് തോന്നുന്നു. പറഞ്ഞാൽ മതി. في أي محطة. അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്താ? പാരായണം ചെയ്തു. അതിന് അക്രവിന് പറഞ്ഞാൽ അക്രവിന് പകരം അത്ലു ഉപയോഗിക്കാന്ന് പറയും. അത്ലു എന്ന വാക്ക് ഖുർആൻ വായിച്ചിട്ടുണ്ടോ? വഅൻ അത്ലുവൽ ഖുർആൻ എന്ന് തന്നെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. തിലാവത്ത്. واتبعوا ما تتلو الشياطين على ملك سليمان. വിഷയത്തെ ഇവിടെ ഞാൻ പറഞ്ഞ അത്ലുവ അങ്ങനെ ആ പാറ്റേണിൽ ഖുർആനിൽ അതല്ലേ അവിടെ വരുന്ന ആ തലയല്ലേ? അതേ തല തന്നെ.
തല എന്ന് പറയുന്നത് ഭാഷാർത്ഥത്തില് ഇത് വരുമ്പോഴത്തേക്ക് ഖുർആൻ വായിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഫോളോ ചെയ്തുകൊണ്ട് വായിക്കുന്നതാണ് അത്തിലു തിലാവത്ത്. ഖുർആൻ എന്ന് പറയുന്നത്. തിലാവത്ത്. في أي محطة تعمل تعملها ഉം? ഓക്കെ ആയിക്കോട്ടെ, പറ്റുമോ? കുഴപ്പമില്ല. In which station you are എന്താ? working? You are working Yeah. എന്ന ركب in which يركب station you are تركب. working എന്ന تركب ركب يركب في أي محطة تركب എന്ന് പറയാൻ പറ്റുമോ? In which station you are getting in എന്ന് പറയാൻ പറ്റുമോ? في أي محطة ഇവിടെ ശരിക്കും ഇവിടെ ശരിക്കും ശരിക്കും പറഞ്ഞാല് മാറ്റം എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ് ഉദ്ദേശിച്ചാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് സെന്റൻസ് കറക്റ്റ് ആണ്. ഈ ഈ മഹത്വത്തിൽ എന്താ നിങ്ങൾ പറഞ്ഞത്? താഴ്മരും അല്ലേ? വർക്ക് ചെയ്യുന്നത് ഉദ്ദേശിച്ചല്ലേ? എവിടെ വർക്ക് Okay. ചെയ്യുന്നത്? Work ഏത് ചെയ്യുന്നു. ഭാഗത്തിലാണ്? അല്ല, വർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ഇൻ വിച്ച് സ്റ്റേഷൻ യു ആർ വർക്കിംഗ്. ഇപ്പൊ വേറൊരാൾ പറഞ്ഞത് എന്താ പറഞ്ഞത്? ശരിയല്ല ഞാൻ പറഞ്ഞത്. تركب തർക്കബ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇൻ വിച്ച് സ്റ്റേഷൻ യു ആർ ഗെറ്റിംഗ് ഇൻ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഫ്രം ആണെങ്കിൽ അങ്ങനെ ചോദിക്കാമായിരുന്നു. മിൻ അയ്യി മഹത്തത്തിൻ തർക്കബു യാ സയ്യിദി എന്ന് ചോദിക്കാം. നമ്മൾ ഫോൺ ചെയ്ത് വിളിക്കുകയാണ്. മിൻ അയ്യി മഹത്തത്തിൻ തർക്കബു യാ സയ്യിദി. സർ, ഫ്രം വിച്ച് സ്റ്റേഷൻ യു ആർ ഗെറ്റിംഗ് ഇൻ ദസ് എന്ന് ചോദിക്കാം. ഇവിടെ വേറെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഫി അയ്യി മഹത്തത്തിൻ തൻസിലു യാ സയ്യിദി. ഇവിടെ നമ്മൾ പാഠം വായിച്ചാൽ കിട്ടുന്ന അതാണ്. കഴിഞ്ഞ പാഠത്തിലവിടെ ഉണ്ട് ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങുന്നതെന്ന്. അതാണ് അപ്പൊ ആപ്റ്റായ വാക്ക് അതാണ്. തൻസീൽ. ആപ്റ്റം നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ശരി, അങ്ങനെയാണ് നമുക്ക് അവരുദ്ദേശിച്ചത് അതാണ് ആയിരിക്കണം. തൻസിലു. അത്താസ്യ ഉഖ്തി ഉഖ്തി أختي يعرفن ثلاث لغات. يعرفن. യാരിഫിന് പറയാൻ എത്ര യാരിഫിന എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളുടെ ന്യൂനാണ് ചേർത്തത്. ഇവിടെ പെണ്ണുങ്ങളുണ്ടോ? أختي يعرفن. അപ്പൊ അങ്ങനെ അതെ, യാരിഫിന എന്ന് പറയുമ്പോൾ ന്യൂനിന്റെ മുമ്പ് സുക്കൂൻ വന്നാൽ പെണ്ണുങ്ങളുടെ ന്യൂനാണ്, സ്ത്രീകളുടെ ന്യൂൻ. യഅരിഫീന വരും അല്ലേ? യായുടെ കൂടെ ഈന വരില്ല. يعرف أختي لا أختي هو يفتح هي تعرف تفتح. ولا تعرف يعرف. ولا താരിഫീന. تعرف تعرفين أنت ആണ്. تعرف ولا عنده تعرف. أختي تعرف ثلاث لغات. അപ്പൊ സലാസിന് എന്താ വേണ്ടത്? സലാസിന് ഫത്തഹാണ കസ്റാണ ളമ്മാണ് വേണ്ടത്. സലാസ ലുഗാത്ത്. സലാസ. അപ്പൊ യാരിഫുന്റെ മഫ്ഊലുൻ ബിഹിയാണ്, അതിന്റെ ഒബ്ജക്റ്റ് ആണ് സലാസ്. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരിക്ക് എന്തറിയും? 3 എണ്ണം അറിയും. അപ്പം ആ 3 എണ്ണത്തിന് 10 കൊടുക്കാം. സലാസ ലുഗാത്ത്. 3ന്റെ എന്തറിയും? ഭാഷ. ലുഗാത്ത്, 3 ഭാഷകൾ അറിയും. 3 ഭാഷ. ഓക്കെ. അൽ-ആഷിർ മിൻ അയ്യി ഇദാഅത്തിൻ യാ ഫതയാതു. യാ ഫതയാതു. അയ്നൽ ഫതയാതു. യാ ഫതയാതു മിൻ അയ്യി ഇദാഅത്തിൻ. അല്ല ഉസ്താദ്, ഒരു സംശയം ഈ ഉഖ്തിന്റെ കാര്യത്തില്. ഇത് ഗായിബ് ആയിട്ടുള്ളവര് ഉഖ്തി എന്ന് പറഞ്ഞാൽ വേറെ അപ്പൊ ഗായിബ് ആണെങ്കിൽ എന്താ? ഗായിബല്ല, ഗായിബത്ത്. ഗായിബത്താണ് എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡ് പറയാനെല്ലാം പഠിച്ച് തല തിരിഞ്ഞോ? ഹുവ യഫ്തഹു, ഹിയ തഫ്തഹു, ഹുവ യഅരിഫു, ഹിയ തഅരിഫു. തന്നെ ഉം. അപ്പൊ ഉഖ്തി ഹിയ എന്ന് പറയുന്ന ഗായിബത്ത്,
ശരിയായോ? ഇവിടെ ഒൻപതര സലാസ അണ്ടർസ്റ്റാൻഡ് ഒൻപതര ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ മൈൻഡ് ഒന്നും വർക്ക് ചെയ്യില്ല. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഞാൻ പഠിച്ചിട്ടില്ല, അതാണ്. അണ്ടർസ്റ്റാൻഡ് പഠിച്ചില്ലെങ്കിൽ മസ്റ്റ് ഡോർ ആയിട്ടും ഡോർ പഠിക്കണം കേട്ടാ. അണ്ടർസ്റ്റാൻഡ് പഠിച്ചില്ലെങ്കിൽ ആരാണ്? അബ്ദുറഹ്മാനാ? അതെ അതെ അതെ. നിങ്ങൾ അപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് പഠിക്കണമെന്ന്? ഉം. അണ്ടർസ്റ്റാൻഡ് പഠിച്ചാൽ വേഗം മനസ്സിലാവും സംഭവമൊക്കെ. من أي إذاعة മിൻ അയ്യി ഇദാഅത്തിൻ تذهبنا തദ്ഹബിനാണ് അല്ലെ? ഏത് റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നതെന്നാ? تذهبنا لا متى تسمعنا തസ്മഅന യാ ഫതയാത്തു. تسمعنا അപ്പൊ കണ്ട, യാ ഫതയാത്തു, അല്ലയോ സഹോദരിമാരെ, ഫതയാത്തു. അപ്പം തസ്മഅന, അപ്പം തായാണ് വേണ്ടത്. മുഖാത്തബത്ത് അല്ലെങ്കിൽ മുഖാത്തബാത്ത് വരുമ്പോ തായാണ് വേണ്ടത്. تسمعنا ഉസ്താദ് മേലത്തേല് സലാസ ലുഗാത്തിൻ കസറ വേണ്ടേ അല്ല ഫത്ത തന്നെയാണോ? ഏതിനാണ്? ثلاث സലാസ لغات ഒമ്പതിന് സലാസ് എന്താണ്? എന്റെ ലുഗാത്തിൻ സഹോദരി അറിയും. എന്തിനെ അറിയും? 3 എണ്ണത്തെ അറിയും. മനസ്സിലായ? അപ്പൊ സലാസിന് എന്ത് വേണം? അത് ഫത്തഹ് ഫത്ത വേണം. അടുത്തേനോ? ഒബ്ജക്റ്റിന് ഫത്തഹ് വേണമെന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾ സ്വന്തം പറയാൻ വേണ്ടിയാണ് അവിടെ അടയാളം ഇടാത്തത്. സലാസ. ഓക്കെ, സലാസക്ക് ഫത്ത് വന്നു ഒബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പോ അതിന് ശേഷം ലുഗാത്തിൻ കസറ വേണ്ടത് അല്ല ലുഗാത്തിനോ? അതിന് കസറ വേണ്ടത്. എന്താ വേണ്ടത്? അതാ അത് സംശയം. 1-ാം ക്ലാസ്സിലല്ലേ നമ്മൾ പഠിച്ചത്? അതാ സലാസത്തിന്റെ 2-ാം ക്ലാസ്സിലാണ് പഠിച്ചത്? അല്ല സാധാരണ കസറയിന് വേണ്ടത്. ആണോന്ന് ചോദിക്കുകയാണ് ഞാൻ. ആരെങ്കിലും ഒരാൾ സാധാരണ പറഞ്ഞു കസറ കൊടുക്കുക വേണ്ടത്. എന്തുകൊണ്ടാണ് അവിടെ കസറ വന്നത് ലുഗാത്തിന്? മൻ യാരിഫ്? അവിടെ കസറാണ് വേണ്ടത്. പക്ഷെ സലാസക്ക് ഫത്ത് വന്നതിനെ കൊണ്ട് മറ്റേന് ഫത്ത് വേണ്ട. എന്തുകൊണ്ട്? അതിന്റെ സിഫത്തല്ലേ സലാസ. എന്ത് എന്താണ്? സിഫത്ത്? കൗണ്ടിങ് പഠിച്ചില്ലേ നമ്മള്? 3 കൗണ്ടിങ്. സിഫത്തല്ലല്ലോ, 3 മാത്രമല്ലേ ഉള്ളൂ. 3 എണ്ണം. അതെ, 3 എണ്ണം. എന്തിന്റെ 3 എണ്ണം? ഭാഷകൾ. അതെ, ഈ കൗണ്ടിങ് വരുമ്പോ 3 എന്താ ഭാഷകൾ. നിയമം? കൗണ്ടിങ് വരുമ്പോ നിയമം എന്താ? ലമ്മ വേണം, കസറ് വേണം. ഫസ്റ്റിലത്തേന് ലമ്മും മറ്റേന് കസറും വേണം. ലമ്മ വേണം എന്ന് പറഞ്ഞാല് അവിടെ തുടക്കത്തിലാണെങ്കിലാണ്. നമ്മൾ ഒന്നും ഇല്ലാതെ പറഞ്ഞുകൊണ്ടാണ് സലാസു ലുഗാത്തിൻ. ഒന്നും ഇല്ലെങ്കിൽ ആ സലാസ് എന്തായിട്ട് വന്നു? ഒബ്ജക്റ്റ് ആയിട്ട് വന്നപ്പോ സലാസിന് എന്ത് ചെയ്യണം? അപ്പൊ 10 കൊടുക്കണം. 10 കൊടുത്തു. അതിന് 10 അപ്പൊ കൊടുത്തോണ്ട് ലുഗാത്തിൻ ഇപ്പുറത്ത് 10 കൊടുക്കണം എന്ന് എന്താ നിയമം? ഇപ്പുറത്തേനെ കൗണ്ട് ചെയ്യപ്പെടുന്നത്. എന്തിനെ കൗണ്ട് ചെയ്തു? ലുഗത്തിനെ കൗണ്ട് ചെയ്തു. ലുഗത്തിനെ കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ലുഗത്തിന്റെ ഓപ്പോസിറ്റ് ജെൻഡർ എടുക്കണം ആദ്യം. എന്നിട്ട് അതിനെ സലാസ് ആക്കി പറയണം. ലുഗാത്ത് സ്ത്രീലിംഗം ആയതുകൊണ്ട് സലാസ് എന്ന് പറയണം, പുല്ലിംഗം പറയണം. കൗണ്ട് നമ്പറിന് പുല്ലിംഗം പറയണം. എന്നിട്ട് കൗണ്ട് ചെയ്യപ്പെടുന്ന വസ്തുവിന് ബഹുവചനം പറയണം, സ്ത്രീലിംഗ ബഹുവചനം പറയണം. ലുഗാത്തിൻ. എന്നിട്ട് കസർ കൊടുക്കണം. അതിന് നിയമം മാറുന്നില്ല, ലുഗാത്തിന്റെ നിയമം മാറുന്നില്ല. പക്ഷെ സലാസ് എന്ത് സ്ഥാനത്താണോ വരുന്നത് അതിന്റെ സ്ഥാനം അനുസരിച്ച് അതിന് അടയാളം കൊടുക്കണം. ചോദിച്ചുകൊണ്ട് ബാക്കി എല്ലാവർക്കും മനസ്സിലായില്ലേ? അതിന്റെ കൂലി കിട്ടട്ടെ. എന്താണ്? അതിന്റെ കൂലി കിട്ടട്ടെ. അതിന്റെ കൂലികളെ കിട്ടില്ലേ? എന്റെ സമയം പോയേനെ. ഇത് പഴയ പാഠങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആവർത്തിച്ച് പഠിച്ചോണ്ടിരിക്കണം. ഇതാണ് മഅദൂദ് പുല്ലിംഗമാണെങ്കിൽ അതത് സ്ത്രീലിംഗമായിരിക്കും. അതാണ് അത് ഇനിയും പറയണോ? ഇപ്പൊ പറഞ്ഞു. അതല്ലേ വന്ന് നിങ്ങൾ ചോദിച്ച നിയമം വേറെ, ഇപ്പൊ നിങ്ങൾ പറയുന്ന നിയമം വേറെ. ഇനിയിപ്പോ അതും കൂടെ പറഞ്ഞാല് നമ്മൾ ഇത് ഒന്നാമത്തെ ബുക്കിലല്ലേ നമ്മൾ പഠിച്ചത്? ചോദിച്ചാളല്ല പറഞ്ഞത്. ഇപ്പൊ ചോദിച്ച ആളല്ല, അത് വേറെ ആളാണ്. അപ്പൊ ആ നിയമം വേറെ. ആ നിയമം കൂടെ ഞാൻ ഇപ്പൊ ചേർത്തിട്ടാണ് പറഞ്ഞത് കേട്ടോ.
ഞാൻ മലയാളത്തിൽ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ അറബി പഠിച്ചുകൊണ്ടാണ് ഇത് മലയാളത്തിൽ സംഗതി ഓർമ്മ വയ്ക്കാത്തത്. മലയാളത്തിൽ പഠിച്ചു വെച്ചാൽ ഓർമ്മ ഉണ്ടാവും. അടുത്തത് മിൻ അലി ഇദാഅത്തിൻ അൽ അഖ്ബാർ യാ ഫതയാത്തു, അത് പറഞ്ഞല്ലേ? പറഞ്ഞു. എന്തായിരുന്നു നേരത്തത് അവിടെ? കഴിഞ്ഞ പാഠത്തില് അന്ന ഇന്ന വരുന്നത് പറഞ്ഞില്ലേ? അപ്പോ കാല വരുമ്പോ അവിടെ ഇന്നാണ് എപ്പോഴും വരിക എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇതില് ഖുറാനില് കാലത്ത് റബ്ബി അന്നാ യകൂനു ലീ എന്ന് വരുന്നുണ്ട്. അപ്പൊ അത് ആ അന്ന ഈ അന്നയല്ല കേട്ടോ. ആ അന്നയ്ക്ക് എന്തുണ്ട്? അവസാനം ഒരു നീട്ടും കൂടെ ഉണ്ട്. അതുണ്ട്. അന്ന കൈഫ എന്ന അർത്ഥത്തിലാണ്. കൈഫ മറ്റേ അന്നയല്ലേ അത്? അന്ന, അന്നഹു, അന്നഹും, അന്നക്ക, അന്നക്കും, അന്നി, അന്ന എന്ന് പറയുന്ന അന്ന അല്ല. അവിടെ എന്താണ്? യായിട്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. അന്ന അവിടെ കൈഫയാണ്. അവിടെ അന്ന എന്നുള്ളിടത്തൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഡൗട്ട് വരുന്ന അപ്പോഴേ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി കേട്ടോ. വായിച്ചും ടീമും ഡൗട്ട് വന്നാൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രം. നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ടാൽ അപ്പോഴേ പ്രശ്നം തീരും, എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, കാരണം എന്താ പറഞ്ഞാൽ അപ്പൊ എഴുത്തിനും കൂടെ മനസ്സിലാവും. ഇവിടെ എന്താ ചേർത്തത് 10-ല്? ഇദാഅത്തിൻ യസ്മഅനാണോ തസ്മഅനാണോ? തസ്മഅന യാ ഫതയാത്തു. ഫയാത്ത് എന്ന് പറയുമ്പോൾ മുഖാത്തബാത്താണ് കേട്ടോ. അപ്പോ സഹ്ഹ് മായലി കറക്റ്റ് ദ ഫോളോയിങ്. യാ മറിയമു അതാരിഫു റഖ്മ ഹാത്തിഫിൽ മുദീറത്തി. യാ മറിയമു അതാരിഫു ശരിയാണോ തെറ്റാണോ? കറക്റ്റ് ചെയ്യൂ. യാ മറിയമു അതാരിഫു റഖ്മ ഹാത്തിഫിൽ മുദീറത്തി. കറക്റ്റ് ദ ഫോളോയിങ് എന്നാ പറഞ്ഞു. അപ്പൊ എന്താണ്? ഷുഡ് ബി റോങ്. അത് റോങ് ആയിരിക്കും. അതാരിഫീന എന്നാണ്. അടുത്തത് യാ സാനി يدخلون الطلاب الفصل قبل دخول المدرس. يدخل الطلاب എന്നാണ് പറയുന്നത്. കാരണം തുല്ലാബിന് മുമ്പ് ഫീല് വന്നാൽ ഏകവചനമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത الثالث الطبيبات يخرجون من المستشفى في الساعة الواحدة. طبيبات يخرجون ആണോ വേണ്ടത്? അല്ല. തായാണോ വേണ്ടത്? الطبيبات يخرجن من المستشفى في الساعة الواحدة. ഇവിടെ കൊണ്ട് സാഅത്തുൽ വാഹിദത്ത് 1 മണി പറഞ്ഞാണ്ട 1 മണി സാഅത്തുൽ വാഹിദത്ത്. ഓക്കെ. الرابع يجلسن الطالبات الجدد في الصف الأخير. താലിബാത്ത് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? നേരത്തെ യദ്ഖുലൂന തുല്ലാബ് വന്നതുപോലെ യജ്ലിസുന എന്ന ബഹുവചനമല്ല വേണ്ടത്, ഏകവചനമാണ് വേണ്ടത്. ഏകവചനം എങ്ങനെ ഉപയോഗിക്കും? തജ്ലിസു തുല്ലാബു ജുദുദു താലിബാത്തുൽ ജുദുദു ഫി സഫിൽ അഖീർ. എന്താ അർത്ഥം? അഖീർ എന്താ? ലാസ്റ്റ് വൺ. അഖീർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ. സഫ് എന്താണ്? വരി കേട്ടാ. റോ എന്ന അർത്ഥത്തിലാണ് ലാസ്റ്റ് റോ. പുതിയ പെൺകുട്ടികൾ ലാസ്റ്റ് റോയിലിരുന്നു. الخامس أين تذهبن يا إخوان. أين تذهبون يا إخوان.
അസാദിസ് ഉഖ്തി യദ്റുസു ഫിൽ മദ്രസത്തി സാനവിയ്യത്തി. أختي تدرس. ഉഖ്തി ആ ഉഖ്തി തദ്റുസു. ഉഖ്തി തദ്റുസു ഫിൽ تدرس. മദ്രസത്തി സാനവിയ്യത്തി എന്താ അർത്ഥം? എൻ്റെ എന്റെ സഹോദരി സഹോദരി സെക്കൻഡറി ആ, സ്കൂളിൽ സെക്കൻഡറി പഠിക്കുന്നു. സെക്കൻഡറി സ്കൂളിൽ സെക്കൻഡറി പഠിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്നു. അസ്സാബിയ മാതാ തക്തുബൂന യാ ബനാത്തി. തെക്തുബിന് പറ്റൂല. ബനാത്തിനോട് എന്താ ഉപയോഗിക്കേണ്ടത്? മാതാ തക്തുബിന. തെക്തുബിന്. മാതാ തെക്തുബിന്. തക്തുബന യാ ബനാത്തി. الثامن ماذا تأكلين يا عباس. ماذا മാതാ തഅക്കുലു. تأكل. ماذا تأكل. تأكل يا عباس. يأكل ولا يا عباس الدرس هي തഅക്കുലു. تأكل. ماذا تأكل يا عباس. التاسع نحن نشرب القهوة كل صباح. نحن نشرب. നഹ്നു نحن നശ്റബു نشرب القهوة كل كل صباح. കേട്ടാ, അത് നേരത്തെ പറഞ്ഞ പോലെ അതും നല്ല സംഭവമല്ല. എല്ലാ ദിവസവും രാവിലെ കോഫി കുടിക്കരുത്. കോഫി എന്ന് പറഞ്ഞാൽ ഉത്തേജക വസ്തുവാണ്. ഒഴിവാക്കപ്പെടേണ്ടതായി എല്ലാ ആൾക്കാരും പറയുന്ന സംഭവമാണ് കോഫി. ലിക്വർ കോഫി എന്ന് പറയുന്നത് ലിക്വർ ആയിരുന്നാലും കോഫി ആയിരുന്നാലും എല്ലാവരും ഡിസ്കറേജ് ചെയ്യുന്ന സംഭവമാണ്. ബുദ്ധിമാന്മാരും വിവരമുള്ളവരും എല്ലാം ഡിസ്കറേജ് ചെയ്യുന്നതാണ് മദ്യവും അതേപോലെ കോഫിയും. പിന്നീട് ചായ വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കപ്പെടേണ്ട സംഭവം. പക്ഷെ അറബികൾക്ക് ഗർവ് ഒടിക്കൽ എന്താണ്? ഒരു ശീലമാണ്. അൽ ആഷിർ സതർജിഉ അബി മിന ജിയാദി ഫിൽ ഉസ്ബുഇൽ ഖാദിം. സയർജിഉ അബി മിന ജിയാദി ഫിൽ ഉസ്ബുഇൽ ഖാദിം. ഖാദിം പറഞ്ഞ കഴിഞ്ഞ ഖദീമ എന്ന് പറഞ്ഞാൽ വന്നു. ഖാദിം എന്ന് പറഞ്ഞാൽ വരുന്നത്. ഫിൽ മഹത്തത്തിൽ ഖാദിമത്തി എന്ന് പറഞ്ഞല്ലോ, പാഠത്തിലുണ്ടായിരുന്നല്ലോ. താൻകിലു ഫിൽ മഹത്തത്തിൽ ഖാദിമത്തി, ഞാൻ വരുന്ന സ്റ്റേഷനിൽ ഇറങ്ങുമെന്ന് പറഞ്ഞില്ലേ. അപ്പോ തഅമ്മൽ മായിലി, ശ്രദ്ധിക്കുക. യസ്ഹബു, ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഇവിടെ നിന്ന് വായിക്കാം. യസ്ഹബു യാ ഉണ്ടാവും. ഹർഫുൽ മുളാറഅത്തി. അപ്പോ യസ്ഹബു എന്നതിന്റെ പ്രസന്റ് ടെൻസിലെ യാക്ക് എന്താ പേര് പറയുന്നത്? ഹർഫുൽ മുളാറഅത്ത്. ഹർഫുൽ മുളാറഅത്ത് എന്ന് പറഞ്ഞാൽ നഅതി, ഞങ്ങൾ വരും അല്ലേ. അപ്പൊ നൂന് നഅതി എന്താ? നൂന് ഹംസ് താ യാ. നഅതി ഞങ്ങൾ വരും. അല്ലെങ്കിൽ അത്തൈന എന്നും പറയാം. അത്തൈന എന്ന് പറഞ്ഞാൽ ആ പെണ്ണുങ്ങൾ വന്നു എന്ന്. അത്തൈന. അപ്പൊ ആ അക്ഷരത്തിന് പറയുന്ന പേരാണ് എന്ത്? ഹർഫുൽ മുളാറഅത്ത്. ഇത് പേര് പ്രധാനപ്പെട്ടതല്ല, പക്ഷെ പേര് പഠിച്ചില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പേര് പഠിച്ചൊന്ന് വെച്ചോളാം. അപ്പൊ അങ്ങനെ പ്രസന്റ് ടെൻസിന് വേണ്ടി ചേർക്കുന്ന, മുളാരിഅന് വേണ്ടി ചേർക്കുന്ന അക്ഷരത്തിന് പറയുന്ന പേരാണ് ഹർഫുൽ മുളാറ. അപ്പൊ ഹർഫുൽ മുളാറഅത്ത് സായിദ് യാ യുസാവി. ഹർഫുൽ മുളാറഅത്ത് ഈ സീക്വൽ എങ്ങനെ വായിക്കാം? ഈ സീക്വൽ പറഞ്ഞാൽ അറബിയിൽ എന്ത് പറയും? യുസാവി, സമമാണ്. മലയാളത്തിൽ സമം എന്നല്ലേ പറയാ? യാ യുസാവി. ഹർഫുൽ മുളാറഅത്തി പ്ലസിന് എങ്ങനെ എന്താ പറയാ അറബിയില്? സിയാദ്. സിയാദ് അല്ല, സാഹിദ്. സാഹിദ് അല്ല, സായിദ്. സാദ് യസീദു, വർദ്ധിച്ചു. സായിദ് വർദ്ധനവ്. കേട്ടാ, പ്ലസ്. ഹർഫുൽ മുളാറഅത്തി സായിദ് ദഹബ സായിദ് ദമീർ മുസ്തതിർ. ദമീർ മുസ്തതിർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന സർവനാമം ഉണ്ട്. അണ്ടർസ്റ്റാൻഡ് വേണം, നമ്മൾ പഠിച്ച പോലെ. യദ്ഹബു. ഓക്കെ, യദ്ഹബൂന വരുമ്പോൾ അപ്പം ദഹബ ഊനയിലെ വാവുണ്ട്, പിന്നെ ന്യായുണ്ട്. മോനെ സംസാരിക്കണ്ടേ? ഓക്കെ,
അപ്പം അപ്പൊ ഇവിടെ എന്തുണ്ട്? യദ്ഹബൂന എന്ന് പറഞ്ഞിടത്ത് ദഹബ ഇത് വാവ്, ഊനയില് വാവുണ്ട്. വാവ് ഈസ് ഈക്വൽ ടു എന്താണ്? ആ വാവാണ് കർത്താവിന്റെ സ്ഥാനത്തുള്ളതെന്നാണ് ഗ്രാമറിൽ പറയുന്നത് കേട്ടോ. യുസാവി ഫാഇൽ, വാവ് യുസാവി ഫാഇൽ എന്ന് പറഞ്ഞാൽ വാവ് ഈസ് ഈക്വൽ ടു ഫാഇൽ, സബ്ജക്റ്റ് ആണ്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുറാന്റെ ടെർമിനോളജിയിൽ പറയുന്നത് യദ്ഹബൂനയിൽ എന്തുണ്ട്? ഒളിഞ്ഞിരിക്കുന്ന സർവനാമം ഏതാ ഉള്ളത്? യദ്ഹബൂനയില് ഹും ഉണ്ട്. അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചാല് നമുക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ദഹബ എന്ന് പറയുമ്പോൾ ദഹബയുടെ അകത്ത് ആരുണ്ട്? ഹുവയുണ്ട്. യദ്ഹബൂനയുടെ അകത്ത് ആരുണ്ട്? ഹും ഉണ്ട്. തദ്ഹബൂൽ ആരുണ്ട്? അൻറ്റയുണ്ട്. ഇടയ്ക്ക് നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്ത് കേട്ടോ, നിങ്ങൾ എന്നെ പറയുന്നൊന്നും കേൾക്കില്ല. ഒരാൾ ശബ്ദം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഓഫ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ആളാണെന്ന് തെരഞ്ഞെടുക്കുന്ന സമയത്ത് എന്റെ സമയം പോകും. അപ്പൊ തദ്ഹബൂൽ എന്തുണ്ട്? അൻകയുണ്ട്. തദ്ഹബിനയിൽ എന്തുണ്ട്? അൻതുന്നയുണ്ട്. അൻതുന്ന, നിങ്ങളെ പെണ്ണുങ്ങള്. തദ്ഹബു എന്ന് പറഞ്ഞെടുത്ത് രണ്ടാമത് പറയുന്ന തദ്ഹബൂൽ എന്തുണ്ട്? ഹിയ ഉണ്ട്. ഹിയ പെണ്ണിനെ കുറിച്ച് തദ്ഹബു പറഞ്ഞല്ലോ. അൻതയെ കുറിച്ചും തദ്ഹബു എന്ന് പറയാം. അപ്പൊ അൻതയില് ആദ്യം പറഞ്ഞ തദ്ഹബൂല് അൻതയുണ്ട്. രണ്ടാമത് പറയുന്നതില് ഹുവ, അവസാനം നമ്മൾ പറയുമല്ലോ ഹിയ തഫ്തഹു, ഹിയ തഫ്തഹു. അപ്പോ ഹിയ തഫ്തഹു എന്ന് പറയുന്നിടത്ത് എന്തുണ്ട്? അല്ലെ ഹിയ തദ്ഹബു എന്ന് പറയുന്നത് ഹിയയുണ്ട് കേട്ടാ. തദ്ഹബൂന എന്ന് പറയുന്നിടത്ത് എന്തുണ്ട്? അൻതുമുണ്ട്. തദ്ഹബീന എന്ന് പറയുന്നതിൽ എന്തുണ്ട്? അൻതിയുണ്ട്. തദ്ഹബിനയിൽ എന്തുണ്ട്? അൻതുന്നയുണ്ട്. അദ്ഹബുൽ എന്തുണ്ട്? അനയുണ്ട്. നദ്ഹബുൽ എന്തുണ്ട്? നഹ്നുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കേട്ടോ. ഇത് മനസ്സിലാക്കിയിരുന്നാല് ഇവർ പറഞ്ഞ ഈസ് ഈക്വൽ ടു പ്ലസ് മറ്റത് മറിച്ചൊന്നും നമ്മൾ ആലോചിച്ചിട്ട് ഇത് ചെയ്യണ്ട, ബ്രെയിൻ ചീത്തയാക്കണ്ട. ആ സമയത്ത് നിങ്ങൾ റോസാപ്പൂവിന് എന്ത് മണമാണെന്ന് ആലോചിച്ചാൽ മതി. ഇത് നമ്മൾ അവിടെ പോയിട്ട് മണപ്പിക്കണ്ട. റോസാപ്പൂവിന് എന്താണ് പരിമളം? പിച്ചിപ്പൂവിന് അല്ലെങ്കിൽ മുല്ലപ്പൂവിന് എന്ത് മണമാണ്? ജമന്തിപ്പൂവിന് എന്ത് മണമാണ്? കൃത്രിമ ജമന്തി അല്ല, നോർമൽ ജമന്തി ഉണ്ട്. അതിന്റെ മണം എന്താണ്? ഇതൊക്കെ ആലോചിച്ചാൽ എന്താവും? വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്തർ ഏതാണ്, പരിമളം സുഗന്ധം ഏതാണ്, അങ്ങനെ ആലോചിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പോ ബ്രെയിൻ കപ്പാസിറ്റി കൂടും. അതേപോലെ നമ്മുടെ പൂന്തോട്ടത്തില് കളേഴ്സ്, വ്യത്യസ്ത കളറിലുള്ള ചെടികളുണ്ടെങ്കിൽ ഓരോ ചെടിയും നമ്മളിങ്ങനെ മനസ്സിൽ ആലോചിച്ചാൽ, നമ്മള് ഡാർക്ക് റൂമിലാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ നിന്ന് കണ്ണടച്ച് ആലോചിച്ചാൽ ആ ചെടിയുടെ കളറ്, അതുമായി ബന്ധപ്പെട്ട ബ്രെയിനിന്റെ പോർഷൻ എന്താവും? ഇന്റൻസിഫൈ ചെയ്യും. അത് അതിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും. കലിമാത്തുൽ ജദീദ, ഇതിനകത്തുള്ള പുതിയ വാക്ക് സഫ് എന്ന വാക്കാണ്. സഫിന് എന്താ അർത്ഥം പറഞ്ഞത് നമ്മള്? വരി. ഇംഗ്ലീഷില് റോ എന്നും പറയാം, ലൈൻ എന്ന് പറയാം. ഇപ്പൊ നമ്മള് കസേരയിലാണെങ്കിൽ ലാസ്റ്റ് റോ എന്ന് പറഞ്ഞു. നമസ്കാരത്തിൽ നിൽക്കുമ്പോ സഫ് എന്ന് പറഞ്ഞാല് ലൈൻ, ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, അവിടെയും റോ എന്ന് പറയാം. സഫിന്റെ ബഹുജനമാണെന്ത്? സുഫൂഫുൻ. പിന്നൊരു വാക്കൂടെ ഉണ്ട്, അഖീർ പറഞ്ഞു. അഖീർ, ലാസ്റ്റ്. അതല്ല, ഇത് അഖീർ, അവസാനത്തേത്. സഫ്, സുഫൂഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവ്വൂ സുഫൂഫക്കും ഫഇന്ന തസ്വിയത്ത സുഫൂഫി മിൻ തമാമി സ്വലാ ഔ മിൻ ഇഖാമത്തി സ്വലാ. വരികൾ നേരെയാക്കുക, അത് നമസ്കാരം ചെയ്യുന്നതിന്റെ ഭാഗമാണ്. സയ്യാറത്തുൽ ഉജ്റ പഠിച്ചു. സയ്യാറത്തുൽ ഉജ്റ എന്താണ്? ടാക്സി, വാടക വാഹനം, ടാക്സിക്കാർ. ചില വാക്കൊക്കെ മലയാളത്തിൽ പറഞ്ഞാല് മനസ്സിലാവില്ല. വാടകക്കാരെന്ന് പറഞ്ഞാല് വാടക വാങ്ങിക്കുന്ന. അല്ല, വാടക വാഹനം എന്നാ ഞാൻ പറഞ്ഞത്. വാടക വാഹനം, ടാക്സി.
നേരത്തെ 14-ാമത്തെ പാഠമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നോക്കാം. ഇപ്പം ഇത് നമ്മൾ വളരെ സാവധാനമാണ് വായിച്ചത്. ഇങ്ങനെ വായിച്ചാൽ പാഠം ഇവിടെ എത്തൂല കേട്ടോ. അപ്പൊ നിങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യത്തെ 6 മാസത്തേക്ക് ഇത്ര രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അടുത്ത 6 മാസം കഴിഞ്ഞ് ഈ അടുത്ത രണ്ടാമത്തെ 6 മാസത്തേക്ക് പൈസ അടയ്ക്കും. 6 മാസം കഴിയുമ്പോഴേ അപ്പൊ നീണ്ടു പോകും. അപ്പൊ അതുകൊണ്ട് പഴയ പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം വരാൻ. അപ്പൊ നമുക്ക് വേഗം പോകാൻ പറ്റും. പ്രത്യേകിച്ച് കൗണ്ടിങ്. അപ്പൊ ഇത് ഈ പാഠപുസ്തക പരമ്പരയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. നേരത്തെ പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അടുത്ത കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നേരത്തെ പഠിച്ച കാര്യങ്ങൾ യൂസേജ് ഉണ്ടാവും. അപ്പൊ പഠിക്കാത്ത കാര്യങ്ങളുടെ യൂസേജ് പാഠത്തിൽ ഉണ്ടാവുകയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾ തയ്യാറാക്കിയതാണ്. സ്ലോ ആൻഡ് സ്റ്റഡി ലേണിംഗ് ആണ്. സ്ലോ ആൻഡ് സ്റ്റഡി ലേണിംഗ്. സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡ് സ്റ്റഡി എന്ന് പറയുമല്ലോ. സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ പറയുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് സ്ലോവിലാണ്. എന്നാൽ തുടർച്ചയായും നിരന്തരമായും അതേപോലെ തുടർച്ചയായി ഇടതടവില്ലാതെ കൃത്യമായുള്ള പഠനമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിച്ചു തരും. അതേസമയം നമ്മൾ എപ്പോഴും സേഫ് സോണിലാണ്. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് 2 ഭാഗം വാങ്ങിച്ച് മടക്കി വെച്ചാൽ ഇരിക്കും. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരട്ടെ. അറബി ഭാഷ പഠിക്കാനും അത് ഉപയോഗിച്ച് ഖുർആൻ മനസ്സിലാക്കാനും ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും അത് പഠിപ്പിക്കാനും ജനങ്ങൾക്കത് അതിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാനും നമുക്കല്ലാ തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. warahmatullahi jazakumullah khair. ورحمة الله وبركاته. جزاكم الله خير. വഇയ്യാക്കും.